ഇന്നലെ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് ജഡുവിനെ സൺഡേ സ്കൂളിലും വിട്ടിട്ട് പതിവ് പോലെ ഞങ്ങൾ ഇറങ്ങിയേ. ശരിക്കും പറഞ്ഞാൽ കുറേ ആയിരുന്നു ഇങ്ങനൊരു ഇറക്കം ഇറങ്ങിയിട്ട്. കാരണം ഇത്രയും നാളുവേ ജഡുവിന് സൺഡേ സ്കൂൾ ഓൺലൈനിലായിരുന്നല്ലോ. ഇന്നലെ തൊട്ടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ അല്ലായിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച അവൻ പോയില്ലേ? എന്താവാ ഞാൻ ഓർക്കുന്നില്ല. അവനെ സൺഡേ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ കൂലങ്കഷമായി ചിന്തിച്ചു എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചൊരു തീരുമാനം എടുത്തു, അഡ്നോക്കിൽ പോവാന്ന്. എൻ്റെ ലക്ഷ്യം സത്യം പറഞ്ഞ ഈ സ്റ്റാർബക്സ് ആയിരുന്നു. പക്ഷേ ജസ്റ്റിയുടെ ലക്ഷ്യം അതിനപ്പുറത്ത് നാന്ന് എഴുതിയേക്കുന്ന സ്ഥാപനമില്ലേ അത്. ഞാൻ സത്യം പറഞ്ഞ അതിനകത്ത് കയറുന്നത് സ്റ്റാർബക്സ് ചാടി കയറി. പക്ഷേ ജസ്റ്റി എന്നെ വലിച്ചുകൊണ്ട് പോയി ആ സ്ഥാപനത്തിൽ. ജസ്റ്റിക്ക് നാന്ന് എഴുതിയേക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. എന്തൊരു മത്സ്യനായല്ലേ. എനിവേ ജസ്റ്റ് പറയുന്ന ഇടയ്ക്കൊക്കെ നമ്മൾ കേൾക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാനും ജസ്റ്റിയും ആ സ്ഥാപനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കുത്തിയിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ എവിടെ നിന്നായാലും എന്താ, ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയാൽ പോലെ അല്ലേ. അങ്ങനെ നമുക്കുള്ള കോഫി ആദ്യമേ വന്നു. ജസ്റ്റിക്കറിയാം, ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് എന്നെ ഒരു മൂലക്കിരുത്തുവാണേ അവിടെ ഞാൻ ഇരുന്നോളൂന്നേ. വെറും പാവാ ഈ കാണുന്ന ബഹളങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേനും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആദ്യം തന്നെ ഹാഷ് ബ്രൗൺ ഞാനങ്ങ് കറഞ്ചും പറഞ്ഞും കടിച്ചു പറിച്ചങ്ങ് തിന്നെ. കാരണം അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചില്ലാത്തതുകൊണ്ട് പിന്നെ കോംപ്രമൈസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ജസ്റ്റിക്ക് അത് കൊടുക്കുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചു. എന്നെ മത്സ്യകന്യകയുടെ കാപ്പിക്കടയിൽ കൊണ്ടുപോയി കാപ്പി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഞാൻ എഴുതിയ കാപ്പിക്കടയിൽ കൊണ്ട് കാപ്പി വാങ്ങിച്ചു തന്നല്ലേ പിന്നെ ഈ ഒരു സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ വേണം നമുക്ക് സെപ്പറേറ്റും കഴിക്കാം, അതല്ല ഇത് ബർഗറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിക്കാവേ. ജസ്റ്റിക്ക് വേറെ പിന്നെ അസുഖങ്ങളോട് ജസ്റ്റ് മെനക്കെടാൻ നിന്നില്ല. അങ്ങനെ ഞാനത് ജസ്റ്റിക്ക് ബർഗറാക്കി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ജസ്റ്റ് കഴിച്ചു. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റാപ്പായിരുന്നു, അത് ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നേ. കാരണം കൊച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ സൺഡേ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ ആദ്യം അവൻ പറയും, അമ്മ എനിക്ക് വിശക്കുന്ന അമ്മ എന്ന്. വീട്ടിലാണെങ്കിൽ വിശപ്പിൻ്റെ വിളി ഒട്ടും ഇല്ലാത്തവനാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര വിശപ്പിൻ്റെ വിളിയാന്നേ. അങ്ങനെ ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡും കഴിച്ച് നേരെ ജഡുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതേ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ദേ ഈ ഒരു സംഭവം കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഒരു ബസ് തലതിരിഞ്ഞോടുന്നു. എൻ്റെ അമ്മയെ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും തോന്നിയില്ലേ ബസ് റിവേഴ്സിലാണ് പോകുന്നതെന്ന്? പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് റിവേഴ്സിലൊന്നും അല്ല പോകുന്നത്, ബസ് ശരിക്കും തന്നെയാണ് പോകുന്നത്. പക്ഷേ കണ്ടാൽ നമുക്ക് തോന്നും ബസ് റിവേഴ്സിലാണ് പോകുന്നത്. ഒരു ഇലക്ട്രിക് ബസ്സാണേ. എനിക്കൊന്ന് സ്റ്റാഫിൻ്റെ എന്തോ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുന്ന അങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് എൻ്റെ വഴിക്കും പോയി നമ്മൾ നമ്മുടെ വഴിക്കും പോകുന്നു. ഇനിയും നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ അവിടെ ചെന്ന് പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടത്തൊന്നുമില്ല. കാരണം ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതുവഴി എല്ലാം കുറേ കറങ്ങി തിരിഞ്ഞ് ഒരിടത്തും കിട്ടാഞ്ഞപ്പം ജസ്റ്റ് പാരലായിട്ട് ഒരിടത്ത് വണ്ടി കിട്ടും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ചൂടിന് ഭയങ്കര വെയിലാണ്. വെയിലിന് ഭയങ്കര ചൂട്. അങ്ങനെ പിന്നെ എനിക്ക് ആ കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. ജസ്റ്റോട് പോയി കൊച്ചിനെ പിക്ക് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടില്ല. സൺസ്ക്രീൻ തേക്കാതെ ഞാൻ പുറത്തിറങ്ങുന്ന പ്രസ്ഥാനം. ഇപ്പോഴത്തെ മുടിഞ്ഞ ചൂടിൽ സൺസ്ക്രീൻ തേക്കാതെ പുറത്തിറങ്ങരുതെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പോയി കൊച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ. അപ്പം ശരിയെന്നാൽ പോയച്ചും വരാം.